അവള് വന്നിട്ട് കുറച്ചു നേരമായി മോളെ. നമുക്ക് ചായ എടുക്കാം. അമ്മ ഇവിടെ വല്ല കൊടുത്തിരിക്കും. ചേച്ചിക്ക് ചായ ഇടാൻ അറിയാൻ പാടില്ലായിരിക്കൊന്നുമില്ലല്ലോ. ഞാൻ വല്ലപ്പോഴല്ലേ വന്നത്. അമ്മ എൻ്റെ അടുത്ത് സംസാരിക്കാണ്ട് അത് ചായ എടുത്ത് കഴിഞ്ഞിട്ട് പറയാം. അത് ശരിയാണമ്മ മോള് പറഞ്ഞത്. നിങ്ങൾക്ക് കുറേ സംസാരിക്കാനുണ്ടാവുമല്ല. ചായ ഞാൻ ഇട്ടോളാം. എന്തിനാണ് വെറുതെ അത് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നത്? എന്നിട്ട് ചായ എടുത്ത് കൊടുക്കണേന് എന്താണ്? നിന്നേക്കുണ്ടല്ല അധികം കൊഞ്ചിക്കൊന്നും വേണ്ട. തലയിൽ കയറിയിരിക്കും. ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതി. അത്ര പാവമൊന്നുമല്ല. ശരി എന്നാ അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ഇനി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് താമസിച്ചു. ആ, നമ്മൾ പോയിട്ട് വാ. എന്നാ പൈസ വെച്ചു. ആ ശരി എന്നാ. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോ മോളെ. എനിക്കങ്ങനെ ആരോട് പറയാനൊന്നുമില്ല. അമ്മ പറഞ്ഞാൽ മതി. പിന്നെ വേറെ പണിയൊന്നുമില്ല. പോട്ടെ. number you have dialed is currently busy. Please try later. മോളെ, എന്താണമ്മേ? അമ്മക്കൊരു നല്ല സാരി ഉണ്ടെങ്കിൽ ഒരെണ്ണം നോക്കിയിട്ട് എടുത്തു തരുമോ? ആ, നോക്കിയാൽ കാണും. അമ്മക്ക് പറ്റിയതുണ്ടാവും. തരാട്ടാ. എന്തിനാണ് സാരി? എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാ? മോളുടെ അടുത്ത് അവനൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ചേട്ടനൊന്നും പറഞ്ഞില്ല. ഇന്ന് വൈകുന്നേരം ഇടാനാണ് മോളെ. സിജി മോളുടെ കൊച്ചിന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്. എന്ത് ചെയ്യാനാണ് മോളെ, അവൾ അങ്ങനത്തെ ഒരു സ്വഭാവമായി പോയി. ഞാനും അവനും മാത്രം ചെല്ലാൻ പാടുള്ളൂ എന്ന് പിടിവാശിയാണ്. ഞാൻ വേറെ എന്ത് ചെയ്യാനാണ്? അത് കുഴപ്പമില്ലമ്മേ. സാരി ഞാൻ എടുത്തു തരാം. ഞാൻ എടുത്ത് വെച്ചിട്ട് വിളിക്കാട്ടാ. നോക്കിയെടുക്കട്ടെ. ശരി. എന്താണ് നിനക്ക് പറയാനുള്ളത്? പറ. ചേച്ചി ഒന്ന് അപ്പുറത്തോട്ട് പോയേ. എനിക്ക് അമ്മനോടൊരു കാര്യം പറയാനുണ്ട്. നീ എവിടെ തന്നെ? ചേച്ചിയും കൂടിയും ഉള്ളപ്പോ പറയാൻ പറ്റണതാണെങ്കിൽ എന്റെ മോള് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണ്ട. എന്താണ് ദേഷ്യം വരണ്ട? ദേഷ്യം വരട്ടെ, നല്ലോണമാണ് ദേഷ്യം വരട്ടെ. ചേച്ചിക്കും കൂടി കേൾക്കാൻ പറ്റണതാണെങ്കിൽ എൻ്റെ പൊന്നുമോള് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണ്ട. കുറെ നാളായി സഹിക്കണം. ചേച്ചി നിന്നോട് എന്ത് ചെയ്തിട്ടാണ് നീ ഇത്ര ദേഷ്യം കാണിക്കുന്നത്?
എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലേ അതെൻ്റെ സ്വന്തം അമ്മയുടെ അടുത്തും ചേട്ടൻ്റെ അടുത്തും മാത്രം സംസാരിക്കാനുള്ളൂ. ഇവരോട് എനിക്ക് യാതൊന്നും തന്നെ സംസാരിക്കാനില്ല. ഇവര് ഞാൻ പറയണത് കേൾക്കാൻ വേണ്ട. എന്താടി പറഞ്ഞത്? സ്വന്തം ചേട്ടന്റെ ഭാര്യനെ വിളിക്കുന്നതാണ് ഇവരെന്ന്. സ്വന്തം ചേട്ടന്റെ ഭാര്യനെ ഇവരെന്നൊക്കെ വിളിക്കാൻ മാത്രം അതപ്പതിച്ചു പോയായിരുന്നു. അത്ര കണ്ടുകൂടാത്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ പൊന്നു മോളെന്തിനാണ് ചേച്ചി തന്നെ പൈസ മാത്രം മേടിച്ചിട്ടുള്ളത്? അതിനൊരു നാണക്കേടും അറപ്പും വെറുപ്പൊന്നും ഇല്ലല്ലേ? അല്ല, ആരും എനിക്ക് പൈസ തന്നെന്നാണ് അമ്മ പറയണത്. ഞാൻ എൻ്റെ അമ്മ തന്ന പൈസ അല്ലാണ്ട് വേറൊരാളുടെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇവരുടെ പൈസ ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടില്ല. പിന്നെ എനിക്ക് എന്തിട്ടാ പേടിക്കാൻ? അതിന് ഞാൻ ജോലിക്ക് കൊണ്ടാ. നിന്റെ ചേട്ടനാണെങ്കിൽ ഇവിടെ അങ്ങനെ അത്ര പേരുടെ പൈസ ഒന്നും ഇവിടുത്തെ ചെലവിന് തരാറില്ല. കഷ്ടി അന്നത്തെ ആ ഒരു ചെലവ് നടക്കാനുള്ള പൈസ മാത്രമേ നിന്റെ ചേട്ടൻ തന്നത്. ചേട്ടന് വേറെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് എല്ലാ മാസവും ഓരോ തുക ആയിട്ട് തന്നത് ഇവളാണ് തന്നത്. ചേച്ചി എല്ലാ മാസവും എനിക്ക് കുറച്ച് പൈസ തരും, ചേച്ചിയുടെ ശമ്പളത്തിൽ നിന്ന്. അത് ചേച്ചി അറിഞ്ഞ് ചേച്ചിയുടെ നല്ല മനസ്സിന് തന്നെ അതാണ്. അതിൽ നിന്ന് കുറച്ചൊരു തുക സിജിമോക്ക് എല്ലാ മാസവും കൊടുത്തോ അമ്മേ, അവർക്കൊരു ബുദ്ധിമുട്ട് വരണ്ടാന്ന് എൻ്റെ അടുത്ത് ഇവളെന്നെ പറഞ്ഞിട്ടാണ് ഞാൻ നിനക്ക് തന്നത്. അല്ലാണ്ട് എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് പൈസ? എന്നിട്ട് അത് വാങ്ങിച്ച് തിന്നത് നന്ദിയില്ലാത്തവർ. ഇതൊക്കെ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചല്ല. അമ്മേ, ഇനിയൊന്നും പറയണ്ട അവളുടെ അടുത്ത്. ചെറുപ്പം തൊട്ടേ അമ്മയുടെയും ഏട്ടൻ്റെയൊക്കെ സ്നേഹം കിട്ടി കൊഞ്ചിച്ച് വളർത്തിയതല്ലേ. പെട്ടെന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ അത് എനിക്ക് കിട്ടുമെന്നുള്ളൊരു ചെറിയ കുശുമ്പും ഇതൊക്കെയാണ് അവൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യം. അല്ലാതെ വലിയ ദേഷ്യമൊന്നും അവൾക്ക് എൻ്റെ അടുത്തില്ല. ഞാൻ അമ്മ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണ്ട. അവൾക്ക് അതിനുള്ള പക്വതയേ ഉള്ളൂ. അത് നമ്മൾ വേണ്ടേ മനസ്സിലാക്കാനായിട്ട്. ഈ പൈസ അവൾക്ക് കൊടുക്കും. ഉള്ള ജോലിയും കൂടിയും അവളുടെ കെട്ടിയിട്ട് പോയിട്ട് അവൾ ആകെ വിഷമിച്ചിട്ടാണ് അമ്മയുടെ അടുത്ത് വന്നത്. അപ്പം അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിച്ചാൽ അവളെന്ത് ചെയ്യാനാണ്? ഇന്ന മോളിനി അത് നിർത്തി വിഷമിക്കണ്ടട്ടാ. അവനിനി ഒരു ജോലി ശരിയാവണത് വരെ എന്താവശ്യമുണ്ടെങ്കിലും ചേച്ചിയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ മതിട്ടാ. ചേച്ചി അതിനെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളാം. അമ്മ പൈസ കൊടുത്തേക്ക്. കണ്ട, നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യണം. ഇതേപോലുള്ളൊരു സ്നേഹമുള്ളൊരു ചേച്ചിനെ നിനക്ക് എവിടെ കിട്ടും? എന്നിട്ടാണ് നീ ഇത്രയും ദിവസം ആ ചേച്ചിനെ മാറ്റി നിർത്തിച്ചത്. ഞാൻ എന്ത് പറയാനാണ്? ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നിനക്ക് എന്നെ കൊള്ളാം. ചിലരങ്ങനെയാണ്. എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും തിരിച്ച് യാതൊന്നും തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. അവർ നമ്മുടെ ആത്മാർത്ഥ സ്നേഹം മനസ്സിലാക്കണമെന്നുമില്ല. തിരിച്ചു കിട്ടുന്നത് അവഗണനയും വെറുപ്പും മാത്രമായിരിക്കും. എങ്കിലും ചിലർ ഒന്നും പ്രതീക്ഷിക്കാതെ അവരെ അങ്ങ് സ്നേഹിക്കും, അവരെ ചേർത്ത് നിർത്തും. അവരുടെ വേണ്ടപ്പെട്ടവരെ മാറ്റി നിർത്താൻ അവർക്ക് കഴിയില്ലല്ലോ.